ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാധവ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഹൽവയാണ്. ഇതിനു മുമ്പ് ഞാൻ ചോറ് വെച്ച് ഹൽവ തയ്യാറാക്കുന്ന റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ വ്യത്യസ്തമായൊരു ഹൽവ റെസിപ്പിയാണിത്. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഹൽവയാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. സാധാരണ ഹൽവ ഉണ്ടാക്കുന്ന അത്ര സമയമൊന്നും ഇതിന് വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് കൂടെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതുകൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതേപോലത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഈ ഒരു ഹൽവ തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പാണ്. ഞാനിവിടെ ഇതേപോലത്തെ നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ചെറിയ തരിയുള്ള നുറുക്ക് ഗോതമ്പാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതായാലും മതി. ഞാനിവിടെ 3 മണിക്കൂറോളം കുതിരാൻ വെച്ചിട്ടുള്ളതാണിത്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മൊത്തം 1.5 കപ്പ് വെള്ളമാണ് ഞാനിത് അരച്ചെടുക്കാനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു 3 തവണ നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കാം. അരിച്ചെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ചെറിയ ഹോൾസുള്ള അരിപ്പയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 തവണയെങ്കിലും അരിച്ചിട്ടെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ തരിയൊന്നും ഇല്ലാതെ കിട്ടും നമുക്കിത്. ആദ്യ തവണ അരിച്ചെടുത്ത സമയത്ത് ഇത്രത്തോളം തരിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനി ആവശ്യമല്ല, ഇത് നമുക്കിനി കളഞ്ഞേക്കാം. ഇതിപ്പോൾ ഒരു 3 തവണ നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടും തന്നെ തരിയൊന്നുമില്ലാതെ കിട്ടിയിട്ടുണ്ട് നമുക്കിത്. ഇതിനി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഹൽവയിലേക്ക് വേണ്ട മധുരത്തിന് ആവശ്യമായ ശർക്കര തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അലിയിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് നുറുക്ക് ഗോതമ്പിൻ്റെ പാൽ ഞാനിവിടെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ നല്ല കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാൻ ചേർത്ത് കൊടുക്കാം. അരിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഒരു 1.5 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ഏലക്കയും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏലക്കാപ്പൊടി മാത്രമായിട്ടുള്ളതാണെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് കുറുക്കിയെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് കുറുക്കി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മൊത്തം ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രം മതിയാകും. അത് കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് പാനിൽ നിന്ന് വിട്ടുവരുന്ന പാകം വരെ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഈ സമയത്ത് ഇതിലേക്ക് നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതോട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാനിൽ നിന്ന് വിട്ട് വരുന്ന പാകം വരെ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ പാനിൽ നിന്നും വിട്ട് വരുന്ന ഈ ഒരു പാകം മതി നമുക്ക്. ഇതിന് ചൂടോടുകൂടി തന്നെ നെയ്യ് തടവി വെച്ച് ഈ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ഇതേപോലെ ഒരു സ്പാച്ചിലിയോ സ്പൂണോ കൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ചൂടാറി സെറ്റായ ശേഷം മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നുറുക്ക് ഗോതമ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്, ഹൽവ. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുന്ന സമയത്ത് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ചേച്ചി ഹാപ്പി ആയിട്ടിരുന്നോളൂ. ബൈ ഫ്രം ആദർസ് വേൾഡ്.